Dear students, welcome to Learner's World. In this video, I'm going to talk about previous year question paper analysis 2025 FIUGP semester 2 English language and literature MDC introducing travel narratives journey beyond borders under Calicut University. ഏപ്രിൽ 2025 നടന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇൻട്രൊഡ്യൂസിങ് ട്രാവൽ നറേറ്റീവ്സ് ജേർണി ബിയോണ്ട് ബോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാക്സിമം ടൈം എന്ന് പറയുന്നത് 1.5 hours ആണ്. മാക്സിമം മാർക്സ് 50 ആണ്. 3 sections ആയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് all questions can be answered. Each question carries 2 marks, ceiling 16. ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. ഷോർട്ട് ആൻസറിൽ ചെയ്യാനുള്ളതാണ്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്താൽ 2 മാർക്കാണ്. അതിൻ്റെ സീലിംഗ് എന്ന് പറയുന്നത് 16 ആണ്. സെക്ഷൻ ബി എന്ന് പറയുന്നത് ഓൾ ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ആൻസേർഡ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 6 marks, സീലിംഗ് 24 marks. എല്ലാ ചോദ്യത്തിനും ആൻസർ ചെയ്യണം. ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്താൽ 6 മാർക്കാണ് കിട്ടുന്നത്. സീലിംഗ് 24 ആണ്. സെക്ഷൻ സി എന്ന് പറയുന്നത് ആൻസർ എനി വൺ, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 10 marks. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് മാത്രം ആൻസർ ചെയ്താൽ മതി. ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 10 മാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ സെക്ഷനും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സെക്ഷൻ എ എന്ന് പറയുന്നത് 2 or 3 sentences ആൻസർ ചെയ്യാനുള്ളതാണ്. നമുക്ക് 2 മാർക്കാണ് ഓരോ ചോദ്യം ഉത്തരം എഴുതി കഴിഞ്ഞാൽ കിട്ടുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. ഡിസ്ക്രൈബ് ദ വേസ് ഇൻ വിച്ച് ഏർലി മോഡേൺ ട്രാവൽ റൈറ്റേഴ്സ് അഡ്രസ്ഡ് ദ ഇഷ്യൂ ഓഫ് ഒതൻറ്റിസിറ്റി ആൻഡ് ക്രെഡിബിലിറ്റി ഇൻ ദെയർ വർക്ക്സ്. അപ്പോൾ ആദ്യകാല മോഡേൺ റൈറ്റേഴ്സ് അവരുടെ കൃതികളിൽ ഒതൻറ്റിസിറ്റി, അതായത് ആധികാരികതയും ക്രെഡിബിലിറ്റി, വിശ്വസ്തതയൊക്കെ എങ്ങനെയാണ് ഉറപ്പാക്കിയിരുന്നത്, ഏത് രീതിയിലാണ്? ആൻസർ: early travel writers tried to gain credibility by giving detailed descriptions, recording personal observations, and including maps, dates, and eyewitness accounts. They presented their experiences as factual and trustworthy. അപ്പോൾ ആദ്യകാല യാത്രാരചയിതാക്കൾ വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകുമായിരുന്നു. അതുപോലെ സ്വന്തം നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തുകയും മാപ്പ്, അതുപോലെ ഡേറ്റുകൾ, ദൃക്സാക്ഷി വിവരണങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യതയോടുകൂടി ഉൾപ്പെടുത്തിയിരുന്നു. ഇതിലൂടെ അവരുടെ അനുഭവങ്ങൾ വിശ്വസനീയമായിട്ട് ആണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത ചോദ്യം: എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഓറിയൻ്റലിസ്റ്റ് പെർസെപ്ഷൻസ് ഇൻ ഫോറിൻ ട്രാവലേഴ്സ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യയെക്കുറിച്ചിട്ടുള്ള വിദേശ യാത്രികരുടെ വിവരണങ്ങളിൽ ഓറിയൻ്റലിസ്റ്റ് കാഴ്ചപ്പാട് എന്താണ്? Orientalist perceptions refer to the way Western travelers viewed India as exotic, mysterious, backward, and different from the West. These views were often influenced by stereotypes and colonial attitudes. അതായത് പാശ്ചാത്യ യാത്രികർ ഇന്ത്യയെ വളരെ വിചിത്രമായിട്ടും നിഗൂഢമായിട്ടും അതുപോലെ ബാക്ക്വേർഡ്, പിന്നോക്കമായിട്ടുള്ള ഒരു ദേശമായിട്ടാണ് ചിത്രീകരിച്ചിരുന്നത്. ആ ഒരു കാഴ്ചപ്പാടിനെയാണ് ഓറിയൻ്റലിസ്റ്റ് കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും മുൻവിധികളുടെയും അതുപോലെ കൊളോണിയൽ മനോഭാവങ്ങളുടെയും ഒക്കെ സ്വാധീന ഫലമായിരുന്നു എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം: എക്സ്പ്ലെയിൻ ദ പ്രൈമറി ലെസൺ എലിസബത്ത് ലേൺസ് ഡ്യൂറിങ് ഹെർ ടൈം ഇൻ ബാലി റിഗാർഡിംഗ് ലവ്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് ബാലിയിൽ കഴിയുമ്പോൾ പ്രണയത്തെക്കുറിച്ചിട്ട് എലിസബത്ത് പഠിച്ച പ്രധാന പാഠം എന്താണ്? ഇൻ ബാലി, എലിസബത്ത് ലേൺസ് ദാറ്റ് ട്രൂ ലവ് റിക്വയർസ് ബാലൻസ് ബിറ്റ്വീൻ ഹാപ്പിനെസ്, സ്പിരിച്വാലിറ്റി ആൻഡ് റിലേഷൻഷിപ്പ്. അപ്പോൾ ബാലിയിലായിരുന്ന സമയത്ത് എലിസബത്ത് മനസ്സിലാക്കിയിട്ടുള്ളത് ട്രൂ ലവ്, യഥാർത്ഥ പ്രണയം എന്ന് പറയുന്നത് അതായത് ജീവിതത്തിലെ സന്തുലിതാവസ്ഥ, ആത്മാഭിമാനം, മാനസിക രോഗശാന്തി,
സ്വയം തിരിച്ചറിവ് എന്നിവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ത്രൂ എക്സ്പീരിയൻസസ് വിത്ത് ഫെലിപ്പ് വയാൻ ആൻഡ് ദ ഹീലർ കെട്ടൂട്ട്, she realizes that love should be based on self-understanding, emotional healing, and inner balance. She comes to accept that love is not separate from personal growth but an important part of a balanced life. അടുത്ത ചോദ്യം, describe the Grand Canyon in terms of its size and geological significance. ഗ്രാൻഡ് കാന്യൻ്റെ വലിപ്പവും അതുപോലെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രാധാന്യവും വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഗ്രാൻഡ് കാന്യൺ ഈസ് എ വാസ്റ്റ് നാച്ചുറൽ കാന്യൺ ഇൻ അരിസോണ, USA. ഇറ്റ് ഈസ് അബൌട്ട് 277 miles long and reveals millions of years of Earth's geological history through its rock layers. അമേരിക്കയിലെ അരിസോണയിൽ സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഒരു മലയിടുക്കാണ് ഗ്രാൻഡ് കാന്യൺ എന്ന് പറയുന്നത്. ഏകദേശം 277 മൈൽ നീളമുള്ള ഇത് ഭൂമിയുടെ ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ഭൂമിശാസ്ത്ര ചരിത്രം വെളിപ്പെടുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ഷഫക്സ് വ്യൂ അബൌട്ട് ഹെർ എഡ്യൂക്കേഷൻ ഡിസ്പൈറ്റ് ബീയിങ് ബിഹൈൻഡ് ഇൻ സ്കൂൾ ബൈ 2 years. അതായത് 2 വർഷം പഠനത്തിൽ പിന്നിലായിരുന്നിട്ടും വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ടുള്ള ഷഫക്കിൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? Despite being 2 years behind in school, Shafak considers education very important. She believes that education can help her build a better future and achieve her dreams. Although her studies were interrupted because of her refugee experience, she remains determined to continue learning and succeed in life. അവൾ 2 വർഷം പിറകിലായിരുന്നിട്ടും അവളുടെ കാഴ്ചപ്പാട്, വിദ്യാഭ്യാസത്തോടുള്ള അവളുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്ന് വെച്ചാൽ, വിദ്യാഭ്യാസം നല്ല ഭാവിയിലേക്കുള്ള വഴിയാണെന്നാണ് ഷഫാക്ക് വിശ്വസിച്ചത്. 2 വർഷം പഠനത്തിൽ പിന്നിലായിരുന്നെങ്കിലും പഠനം തുടരാനും തൻ്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനും അവൾ ദൃഢനിശ്ചയത്തോടെയായിരുന്നു എന്നാണ് പറയുന്നത്. ഡിസ്കസ് കൊളോണിയൽ ഹൈറാർക്കി വിത്ത് റെഫറൻസ് ടു ദ ഇന്ത്യൻ ബോയ്സ് പൊസിഷൻ ഇൻ ദ പെയിൻറ്റിങ്. ഇതെടുത്തിട്ടുള്ളത് ദ യങ് ലേഡീസ് ടോയ്ലറ്റ് ബൈ വില്യം ടൈലർ, ആ ഒരു വർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. അതായത് ഈ ഒരു വർക്കിൽ ഒരു പെയിൻറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിലെ ഇന്ത്യൻ ബാലൻ്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി കൊളോണിയൽ ശ്രേണി വ്യവസ്ഥയെക്കുറിച്ചിട്ട് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. In the Young Ladies Toilet by William Taylor, the Indian boy is shown in the lower and subordinative position while attending to the British lady. This reflects the colonial hierarchy that existed during British rule in India. The painting symbolizes the unequal power relationship between the British colonizers and the Indians, portraying the British as superior and Indians as servants or dependents. അതായത് നമുക്ക് ഈ ഒരു പെയിൻറ്റിങ്ങിൽ ഇന്ത്യൻ ബാലൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ താഴ്ന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് കൊളോണിയൽ ശ്രേണി വ്യവസ്ഥേനെയാണ് സൂചിപ്പിക്കുന്നത്, ഹൈറാർക്കിനെയാണ്, കൊളോണിയൽ ഹൈറാർക്കിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് ബ്രിട്ടീഷുകാർ സുപ്പീരിയറാണ്, ഇന്ത്യക്കാർ ഇൻഫീരിയർ ആണ്, അവർ താഴേക്കിടയിലും ബ്രിട്ടീഷുകാർ മുകളിലുമാണ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇതിൽ കാണിക്കുന്നത്. അടുത്ത ചോദ്യം, ഡിസ്കസ് ദ വാംത്ത് ആൻഡ് ജനറോസിറ്റി ദാറ്റ് അയ്യർ എക്സ്പീരിയൻസ്ഡ് ഇൻ യമൻ. യമനിൽ അയ്യറിന് ലഭിച്ച സ്നേഹവും ഔദാര്യവും അതിനെക്കുറിച്ചിട്ട് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ആയിട്ടുള്ള വൈ വി ട്രാവൽ ആൻഡ് വേർ ഈസ് ഹോം ബൈ പിക്കോ അയ്യർ, അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇൻ വൈ വി ട്രാവൽ ആൻഡ് വേർ ഈസ് ഹോം by Pico Iyer describes the people of Yemen as warm, hospitable and generous. Although he was a stranger, the local people welcomed him kindly, offered him food and assistance, and made him feel at home. Their friendliness and hospitality left a lasting impression on him and showed the importance of human connection beyond cultural and national boundaries. അതായത് യമനിലെ ആളുകൾ പിക്കോ അയറിനെ വളരെ സ്നേഹത്തോടെയും ആതിഥ്യമര്യാദയോടെയൊക്കെയാണ് സ്വീകരിച്ചത്. അപരിചിതനായിട്ടും അവർ ഭക്ഷണം പങ്കുവെക്കുകയും അതുപോലെ സൗഹൃദപരമായിട്ടൊക്കെ പെരുമാറുകയൊക്കെ ചെയ്തു. അടുത്ത ചോദ്യം, മെൻഷൻ ദ നെയിം ഓഫ് വിജയൻ ആൻഡ് മോഹൻസ് ടീ ഷോപ്പ്. വിജയൻ്റെയും മോഹനയുടെയും ആ ഒരു ടീ ഷോപ്പിൻ്റെ ചായക്കടയുടെ പേരെന്തായിരുന്നു? ദ ടീ ഷോപ്പ് ഈസ് കോൾഡ് ശ്രീ ബാലാജി കോഫി ഹൗസ്.
അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദ റീസൺ ബിഹൈൻഡ് ബഡ്ജറ്റ് ട്രാവൽ സ്റ്റിൽ നോട്ട് ബീങ് ഫുള്ളി ആക്സസിബിൾ ടു എവറി വൺ. അതായത് ബജറ്റ് യാത്രകൾ ഇപ്പോഴും എല്ലാവർക്കും പൂർണ്ണമായും ലഭ്യമാകാത്തതിൻ്റെ കാരണം എന്താണ്, അതിനെക്കുറിച്ചിട്ട് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. Budget travel is not fully accessible because many people still face financial difficulties, visa restrictions, physical barriers and social inequalities. അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, വിസ നിയന്ത്രണങ്ങൾ, ശാരീരിക തടസ്സങ്ങൾ, സാമൂഹിക അസമത്വങ്ങൾ തുടങ്ങിയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ബജറ്റ് യാത്രകൾ ഇപ്പോഴും എല്ലാവർക്കും പൂർണ്ണമായിട്ട് ലഭ്യമായിട്ടില്ല. അടുത്ത ചോദ്യം, മെൻഷൻ വൺ ചെറിഷ്ഡ് എക്സ്പീരിയൻസ് സ്നേഹ ഹാഡ് വൈൽ ഓർഗനൈസിങ് എ സോളോ ട്രിപ്പ് ഫോർ എ വിഷ്വലി ഇംപയർഡ് പേഴ്സൺ. അതായത് കാഴ്ചപരിമിതിയുള്ള ഒരാളുടെ ഏകാന്ത യാത്ര സംഘടിപ്പിച്ചപ്പോൾ നേഹക്ക് ലഭിച്ച സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. വൺ ചെറിഷ്ഡ് എക്സ്പീരിയൻസ് നേഹ വാസ് വിറ്റ്നസിങ് ഇനിഷ്യേറ്റീവ്സ് ലൈക്ക് ബീച്ച് വീക്ക് 2017 in Goa, which focused on making beaches wheelchair friendly and accessible to differently able travelers. Such experiences strengthened her belief that travel should be inclusive and accessible to everyone. അതായത് കാഴ്ചപരിമിതിയുള്ള ഒരാൾ സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യുകയും ആത്മവിശ്വാസം നേടുകയും ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞത് എനിക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അനുഭവമായിരുന്നു. അതുപോലെ തന്നെ 2017 ബീച്ച് വീക്ക് ഗോവയിൽ തുടക്കം കുറിച്ചു. അവിടെ ഒരു വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബീച്ചായിരുന്നു. ആ ഒരു ഇൻസിഡൻറ്റ് വളരെയധികം ചെറിഷ് ചെയ്ത ഒരു മൊമെൻ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് ഡിഫറെൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള ട്രാവലേഴ്സിനെ ഇൻക്ലൂസീവ് ആക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. അടുത്തത് സെക്ഷൻ ബി ആണ്. ഒരു 100 വേർഡ്സിന് എഴുതാനുള്ള ഒരു ഷോർട്ട് എസ്സേ ആണ്. 6 മാർക്സ് ആണ് കിട്ടുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, analyze Shafak's story as a reflection of the border issues faced by refugees, particularly young girls in the Middle East. അതായത് ഷഫക്കിൻ്റെ കഥ പ്രത്യേകിച്ച് മധ്യപൂർവ്വ ദേശത്തെ പെൺകുട്ടികൾ നേരിടുന്ന അതിർത്തി പ്രശ്നങ്ങളുടെ പ്രതിഫലനമാണെന്ന് വിശകലനം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Shafak's story highlights the difficulties faced by refugees in the Middle East. Conflict and displacement forced many families to leave their homes and cross borders in search of safety. Refugee children often lose access to education and healthcare. Young girls face additional challenges such as discrimination, insecurity, and limited opportunities. Despite these hardships, Shafak remains hopeful and determined to continue her education. Her story shows the resilience of refugee children and emphasizes the need for greater support and protection for displaced people. അതായത് ഷഫക്കിൻ്റെ സ്റ്റോറി മിഡിൽ ഈസ്റ്റിൽ, അതായത് മധ്യപൂർവ്വ ദേശത്തെ അഭയാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ എടുത്തു കാണിക്കുന്നു. സംഘർഷങ്ങളും കുടിയൊഴിപ്പിക്കലും കാരണം നിരവധി കുടുംബങ്ങൾ സ്വന്തം വീടുകൾ ഉപേക്ഷിച്ച് സുരക്ഷ തേടി അതിർത്തികൾ കടക്കാൻ നിർബന്ധിതരാകുന്നു. അഭയാർത്ഥി കുട്ടികൾക്ക് പലപ്പോഴും വിദ്യാഭ്യാസവും അതുപോലെ ആരോഗ്യ പരിരക്ഷയൊക്കെ നഷ്ടപ്പെടുന്നു. പെൺകുട്ടികൾ വിവേചനം, സുരക്ഷിതത്വക്കുറവ്, പരിമിതമായ അവസരങ്ങൾ തുടങ്ങിയ അധിക വെല്ലുവിളികളൊക്കെ നേരിടുന്നു. ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലും ഷഫക്ക് പ്രതീക്ഷ കൈവിടാതെ വിദ്യാഭ്യാസം തുടരാൻ ദൃഢനിശ്ചയം പുലർത്തുന്നു. അവളുടെ കഥ അഭയാർത്ഥി കുട്ടികളുടെ അതിജീവന ശേഷിയെ കാണിക്കുകയും കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്കുള്ള കൂടുതൽ പിന്തുണയുടെയും സംരക്ഷണത്തിൻ്റെയും ആവശ്യകതയൊക്കെ ഊന്നിപ്പറയുകയൊക്കെ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്. ഡിസ്കസ് ദ റോൾ ഓഫ് ട്രാവൽ ഇൻ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ വിത്ത് റെഫറൻസ് ടു വൈ വി ട്രാവൽ. അടുത്ത ചോദ്യം, വൈ വി ട്രാവൽ എന്ന ലേഖനത്തെ അടിസ്ഥാനമാക്കി വ്യക്തിപരമായ മാറ്റത്തിൽ യാത്രയുടെ പങ്ക് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. They say why we travel explain that travel helps people grow personally and emotionally. By visiting new places and meeting different people, travelers gain new perspectives on life. Travel encourages self-discovery, independence, and adaptability. It helps individuals challenge their assumptions and appreciate cultural diversity. The experiences gained through travel often lead to greater confidence, understanding, and personal development. Thus, travel becomes a powerful tool for transformation. വൈ വി ട്രാവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആർട്ടിക്കിൾ യാത്ര വ്യക്തിപരവും വൈകാരികവുമായിട്ടുള്ള വളർച്ചയ്ക്ക് സഹായിക്കുന്നു എന്ന് വിശദീകരിക്കുന്നുണ്ട്.
പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും വ്യത്യസ്ത ആളുകളെ കണ്ടുമുട്ടുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ യാത്രക്കാർക്ക് ജീവിതത്തെക്കുറിച്ച് പുതിയ കാഴ്ചപ്പാടുകൾ ലഭിക്കുന്നു. യാത്ര സെൽഫ് ഡിസ്കവറിനെ, അതായത് സ്വയം കണ്ടെത്തലിനെയും സ്വാതന്ത്ര്യത്തെയും സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനുള്ള കഴിവിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇത് ആളുകൾ അവരുടെ മുൻവിധികളെ ചോദ്യം ചെയ്യാനും സാംസ്കാരിക വൈവിധ്യത്തെ വിലമതിക്കാനും ഒക്കെ സഹായിക്കുന്നു. യാത്രയിലൂടെ ലഭിക്കുന്ന അനുഭവങ്ങൾ കൂടുതൽ ആത്മവിശ്വാസത്തിനും വ്യക്തിവികാസത്തിനൊക്കെ വഴിയൊരുക്കുന്നു. അതിനാൽ യാത്ര വ്യക്തിപരമായ പരിവർത്തനത്തിനുള്ള ശക്തമായിട്ടുള്ളൊരു ഉപാധിയാണ്. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ലോക്കൽ കുസീൻ ഇൻ ട്രാവൽ ആൻഡ് കൾച്ചറൽ എക്സ്പ്ലോറേഷൻ. അതായത് യാത്രയിലും അതുപോലെ സാംസ്കാരിക പരിവേഷണത്തിലൊക്കെ പ്രാദേശിക ഭക്ഷണത്തിൻ്റെ പങ്ക് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ, ലോക്കൽ ക്യൂസീൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് part of understanding a culture. Food reflects a region's history, traditions, climate, and lifestyle. By tasting local dishes, travelers learn about the customs and values of the people they visit. Sharing meals with locals creates opportunities for cultural exchange and connection. Local cuisine also supports local businesses and preserve traditional food practices. Therefore, food plays a significant role in enriching travel experiences. അതായത് ഒരു സംസ്കാരത്തെ മനസ്സിലാക്കുന്നതിൽ പ്രാദേശിക ഭക്ഷണത്തിന് പ്രധാന പങ്കുണ്ട്. അതായത് നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് ഓരോ സ്ഥലത്തും അവിടുത്തെ ഭക്ഷണ രീതികൾ ഒക്കെ വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഓരോ സ്ഥലത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള രുചികളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടുത്തെ കൾച്ചറിന് അനുസരിച്ചുള്ള ഭക്ഷണമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. ഭക്ഷണം ഒരു പ്രദേശത്തിൻ്റെ ചരിത്രവും പാരമ്പര്യവും കാലാവസ്ഥയും ജീവിത രീതിയൊക്കെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. പ്രാദേശിക വിഭവങ്ങൾ രുചിക്കുന്നതിലൂടെ യാത്രക്കാർ അവിടുത്തെ ജനങ്ങളുടെ ആചാരങ്ങളെയും മൂല്യങ്ങളെയും കുറിച്ച് മനസ്സിലാക്കുന്നു. അതുപോലെ അവിടുത്തെ നാട്ടുകാരോടൊപ്പം ഭക്ഷണം പങ്കിടുന്നത് സാംസ്കാരിക ആശയവിനിമയത്തിനും ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനൊക്കെ അവസരമൊരുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ സ്ഥലത്തേക്കും നമ്മൾ പോകുന്നതിനനുസരിച്ച് അവിടെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രുചികളാണുള്ളത്. അത് അവരുടെ കൾച്ചറിനെയും അവരുടെ കാലാവസ്ഥനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഇൻ്റഗ്രേഷൻ ഓഫ് AI ഇൻ ടു ദ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ടു അഡ്രസ് ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ LGBTQ+ ട്രാവലേഴ്സ്. LGBTQ എന്ന് പറഞ്ഞാൽ L stands for lesbian and G stands for gay and B stands for bisexual and T stands for transgender and Q stands for questioning or queer. ഓക്കെ, അപ്പോൾ LGBTQ+ യാത്രക്കാർ നേരിടുന്ന വെല്ലുവിളികളെ പരിഹരിക്കാൻ ആതിഥേയ വ്യവസായത്തിൽ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ സംയോജിപ്പിക്കാം എന്നതിനെ കുറിച്ചിട്ട് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. AI can help create safer and more inclusive travel experiences for LGBTQ+ travelers. Hotels and travel platforms can use AI to provide personalized recommendations and identify LGBTQ+ friendly destinations and accommodations. AI chatbots can offer information about local laws, safety concerns, and support services. AI can also help businesses reduce discrimination by promoting inclusive customer service practices. Thus, AI contribute to a more welcoming hospitality industry. LGBTQ+ യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷിതവും അവരെ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള യാത്രാനുഭവങ്ങൾ സൃഷ്ടിക്കാൻ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായിക്കും. ഹോട്ടലുകൾക്കും അതുപോലെ യാത്രാ പ്ലാറ്റ്ഫോമുകൾക്കും വ്യക്തിഗത നിർദ്ദേശങ്ങൾ നൽകാനും LGBTQ+ സൗഹൃദ കേന്ദ്രങ്ങളും താമസ സൗകര്യങ്ങളും കണ്ടെത്താനും AI ഉപയോഗിക്കാം. AI ചാറ്റ്ബോട്ടുകൾക്ക് പ്രാദേശിക നിയമങ്ങൾ, സുരക്ഷാ പ്രശ്നങ്ങൾ, പിന്തുണാ സേവനങ്ങൾ എന്നിവയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകാൻ കഴിയും. അതുപോലെ ഉപഭോക്തൃ സേവനങ്ങളിൽ ഉൾക്കൊള്ളുന്ന സമീപനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വിവേചനം കുറക്കാനും ഒക്കെ AI സഹായിക്കും. അതുകൊണ്ട് തന്നെ AIയുടെ പങ്ക് വളരെ വലുതാണ്
എയുടെ സഹായത്തോട് കൂടിയിട്ട് ഒരു ഇൻക്ലൂസീവായിട്ടുള്ള ഒരു യാത്ര LGBTQ+ ട്രാവലേഴ്സിന് നൽകാൻ കഴിയും. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ഹൗ ദ എക്സ്പീരിയൻസ് ഓഫ് ബഡ്ജറ്റ് ട്രാവൽ ഡിഫേഴ്സ് ബിറ്റ്വീൻ ദ മിഡിൽ ക്ലാസ് ആൻഡ് ദ പുവർ. അതായത് മിഡിൽ ക്ലാസ്സിനെയും അതുപോലെ പുവർ, അതായത് മധ്യവർഗക്കാരുടെയും ദരിദ്രരുടെയും ബജറ്റ് യാത്രാനുഭവങ്ങൾ എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. For middle class travelers, budget travel often means finding affordable ways to enjoy leisure and exploration. They may use discounts, budget hotels, and low cost transportation. For poor people, however, travel can still be difficult because even basic travel expenses may be unaffordable. They may face barriers such as lack of savings, job insecurity, and limited access to travel resources. Therefore, budget travel is more accessible to the middle class than to the poor. അതായത് മിഡിൽ ക്ലാസ്സിന് ബജറ്റ് യാത്ര എന്നത് കുറഞ്ഞ ചെലവിൽ വിനോദവും അതുപോലെ പര്യവേഷണമൊക്കെ ആസ്വദിക്കുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അവർ ഡിസ്കൗണ്ടുകൾ, അതുപോലെ കുറഞ്ഞ ചിലവുള്ള ഹോട്ടലുകൾ, ചിലവ് കുറഞ്ഞ ഗതാഗത സൗകര്യങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു. എന്നാൽ പൂറായിട്ടുള്ള ആളുകളെ അപേക്ഷിച്ച് അവർക്ക് അടിസ്ഥാന യാത്രാ ചെലവുകൾ പോലും വഹിക്കാൻ ബുദ്ധിമുട്ടാണ്. അവരുടെ സമ്പാദ്യക്കുറവ്, തൊഴിലനിശ്ചിതത്വം, യാത്രാ സൗകര്യങ്ങളിലേക്കുള്ള പരിമിതമായ പ്രവേശനം തുടങ്ങിയിട്ടുള്ള തടസ്സങ്ങൾ അവർ നേരിടുന്നുണ്ട്. അതിനാൽ ബജറ്റ് യാത്ര മിഡിൽ ക്ലാസ് കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കുമ്പോൾ അത് പൂവറായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോഴും ഒരു ചലഞ്ചായിട്ട് മാറുന്നുണ്ട്. അടുത്തത് സെക്ഷൻ സി ആണ്, ലോങ് എസ് ആണ്. അപ്പോൾ 10 മാർക്കാണ് കിട്ടുന്നത്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ചോദ്യം നോക്കാം. ഡു യു തിങ്ക് എലിസബത്ത് ജേർണി ഇസ് എ ട്രൂ എസ്കേപ്പ് ഓർ എ കോൺഷ്യസ് ചോയ്സ് ടു ഫേസ് ദ കോംപ്ലിസിറ്റീസ് ഓഫ് അവർ ഇന്നർ സെൽഫ് സബ്സ്റ്റൻഷ്യേറ്റ്? അതായത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എലിസബത്തിൻ്റെ യാത്ര യഥാർത്ഥത്തിൽ ഒരു ഒളിച്ചോട്ടമാണെന്ന്, അതോ സ്വന്തം അന്തർമനസ്സിൻ്റെ സങ്കീർണതകളെ നേരിടാനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു തീരുമാനമാണോ? അതിനെക്കുറിച്ചിട്ട് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. Elizabeth's journey is not merely an escape from her problems, but a conscious effort to understand herself better. After experiencing emotional difficulties and a failed marriage, she decided to travel to Italy, India, and Bali. In Italy, she learns to enjoy life and appreciate simple pleasures. In India, she focuses on spirituality, meditation, and self-reflection. In Bali, she discovers balance between happiness, spirituality, and love. അപ്പോൾ എലിസബത്തിൻ്റെ യാത്ര അവളുടെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം മാത്രമല്ല, മറിച്ച് സ്വയം കൂടുതൽ നന്നായി മനസ്സിലാക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമാണ്. അവളുടെ വൈകാരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പരാജയപ്പെട്ട വിവാഹവും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം അവൾ ഇറ്റലി, ഇന്ത്യ, ബാലി തുടങ്ങിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇറ്റലിയിൽ അവൾ ജീവിതം ആസ്വദിക്കാനും ചെറിയ സന്തോഷങ്ങളെ വിലമതിക്കാനും ഒക്കെ പഠിക്കുന്നു. ഇന്ത്യയിൽ അവൾ ആത്മീയത, ധ്യാനം, ആത്മപരിശോധന എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ബാലിയിൽ അവൾ സന്തോഷത്തിനും ആത്മീയതക്കും പ്രണയത്തിനും ഇടയിലുള്ള സന്തുലിതാവസ്ഥ ഒക്കെ കണ്ടെത്തുന്നുണ്ട്. Throughout the journey, Elizabeth confronts her fears, insecurities, and emotional struggles rather than avoiding them. She learns valuable lessons about healing, forgiveness, and self-acceptance. Her experiences help her gain a deeper understanding of herself and the world around her. Therefore, her journey represents a deliberate attempt to face the complexities of her inner self and achieve personal growth rather than simply escaping from reality. അപ്പോൾ ഈ യാത്രയിലുടനീളം എലിസബത്ത് തൻ്റെ ഭയങ്ങളെയും ആത്മവിശ്വാസക്കുറവിനെയും വൈകാരിക സംഘർഷങ്ങളെയൊക്കെ ഒഴിവാക്കാതെ നേരിടുന്നുണ്ട്. അതുപോലെ ക്ഷമ, സ്വയം അംഗീകരിക്കൽ എന്നിവയെക്കുറിച്ചിട്ടുള്ള വിലപ്പെട്ട പാഠങ്ങൾ അവൾ പഠിക്കുന്നുണ്ട്. ഈ അനുഭവങ്ങൾ അവളെ സ്വയം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും ലോകത്തെ പുതിയ കാഴ്ചപ്പാടിൽ കാണാനൊക്കെ സഹായിക്കുന്നുണ്ട്. അതിനാൽ തന്നെ എലിസബത്തിൻ്റെ യാത്ര യഥാർത്ഥത്തിൽ നിന്നുള്ള ഒളിച്ചോടാനുള്ള അവളുടെ ഒരു ശ്രമമല്ല, മറിച്ച് സ്വന്തം അന്തർമനസ്സിൻ്റെ സങ്കീർണതകളെ നേരിട്ട് വ്യക്തിവികാസം നേടാനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. ഓക്കെ, അടുത്തത്
ഡിസ്കസ് ഹൗ അപ്പുപ്പന്താടി ചലഞ്ചസ് ട്രഡീഷണൽ ജെൻഡർ നോംസ് ആൻഡ് പ്രൊവൈഡ്സ് വിമൻ വിത്ത് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. അപ്പുപ്പന്താടി പരമ്പരാഗത ജെൻഡർ നോംസ്, അതായത് ലിംഗ മാനദണ്ഡങ്ങളെ എങ്ങനെ വെല്ലുവിളിക്കുകയും സ്ത്രീകൾക്ക് പുതിയ അവസരങ്ങൾ നൽകുകയും ചെയ്യുന്നു എന്ന് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പുപ്പന്താടി presents travel as a means of empowerment for women and challenges traditional gender expectations. In many societies, women are expected to remain within limited social roles and may face restrictions on independent travel. The narrative shows how women can break these barriers by exploring new places and experiences. അപ്പുപ്പന്താടി സ്ത്രീകളുടെ ശാക്തീകരണത്തിനുള്ള ഒരു മാർഗമായി യാത്രയെ അവതരിപ്പിക്കുകയും പരമ്പരാഗതപരമായിട്ടുള്ള ലിംഗപരമായ പ്രതീക്ഷകളെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നു. പല സമൂഹങ്ങളിലും സ്ത്രീകൾ പരിമിതമായ സാമൂഹിക ചുമതലകളിൽ ഒതുങ്ങണമെന്നും സ്വാതന്ത്ര്യയാത്രകൾക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടാകണമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. എന്നാൽ ഈ ഒരു കഥ സ്ത്രീകൾക്ക് പുതിയ സ്ഥലങ്ങൾ സന്ദർശിച്ചും പുതിയ അനുഭവങ്ങൾ ഒക്കെ നേടിയും ഇത്തരം തടസ്സങ്ങൾ മറികടക്കാൻ കഴിയുന്നു എന്ന് കാണിക്കുന്നുണ്ട്. The story highlights courage, independence and self-confidence. It demonstrates that women are capable of making decisions, managing challenges and pursuing their dreams. Travel allows women to learn new skills, meet different people and gain broader perspectives. It also helps them become financially and emotionally independent. By encouraging women to step beyond traditional boundaries, Appupandadi promotes gender equality and personal freedom. The text shows that travel can open doors to education, employment, self-discovery and leadership opportunities, thereby creating a more inclusive and empowering future for women. അപ്പോൾ ഈ ഒരു കഥയിലൂടെ, അപ്പുപ്പന്താടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കഥയിലൂടെ സ്ത്രീകൾക്ക് ധൈര്യം, സ്വാതന്ത്ര്യം, ആത്മവിശ്വാസം ഒക്കെ അതിൻ്റെയൊക്കെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് എടുത്തു കാണിക്കുന്നു. അതുപോലെ സ്ത്രീകൾക്ക് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനും വെല്ലുവിളികൾ നേരിടാനും സ്വപ്നങ്ങൾ പിന്തുടരാനൊക്കെ കഴിയുമെന്ന് ഇതിലൂടെ തെളിയിക്കുന്നു. അതുപോലെ യാത്രയിലൂടെ സ്ത്രീകൾ പുതിയ കഴിവുകൾ നേടുകയും വ്യത്യസ്ത ആളുകളെ പരിചയപ്പെടുകയും വിശാലമായ കാഴ്ചപ്പാടുകൾ വികസിക്കുകയൊക്കെ ചെയ്യുന്നു. അവർ സാമ്പത്തികപരമായും വൈകാരികപരമായൊക്കെ കൂടുതൽ സ്വതന്ത്രരാകുന്നു യാത്രകളിലൂടെ. പരമ്പരാഗത അതായത് ട്രഡീഷണലായിട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ മറികടക്കാൻ ഈ ഒരു കഥ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതായത് ഈ അപ്പുപ്പന്താടി എന്ന് പറയുന്നത് ലിംഗസമത്വത്തിനും അതുപോലെ വ്യക്തി സ്വാതന്ത്ര്യത്തിനുമൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്റ്റോറിയാണ്. അതുപോലെ വിദ്യാഭ്യാസം, തൊഴിൽ, സ്വയം കണ്ടെത്തൽ എന്നിവയ്ക്കുള്ള പുതിയ അവസരങ്ങൾ യാത്ര തുറന്നു കൊടുക്കുന്നു, സ്ത്രീകളെ കൂടുതൽ ശാക്തീകരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.